വൈകിയ സമയത്ത് നമുക്ക് അല്പനേരം കർത്താവിന്റെ വചനം കേൾക്കുവാൻ ദൈവവചനത്തിൽ നിന്ന് ചില ബോധ്യങ്ങൾ നാം സ്വീകരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് വലിയ ദൈവ സാന്നിധ്യം നമ്മളെ മറയ്ക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും സ്വർഗം നമുക്ക് ഇന്ന് മറുപടി തന്നിരിക്കും. അത് നിങ്ങൾ എത്ര വലിയ വിഷയങ്ങളാണെങ്കിലും ചെറിയ വിഷയങ്ങളാണെങ്കിലും ഒക്കെ കർത്താവിന്റെ നീതിയുള്ള കരം നമുക്ക് അനുകൂലമായി ചലിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്നു. ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് 2025 ഡിസംബർ മാസം 2-ാം തീയതി. ഒരു വർഷം കഴിഞ്ഞ് അടുത്തൊരു വർഷത്തിലേക്ക് നമ്മൾ വീണ്ടും വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നമ്മൾ കടക്കാൻ പോകുന്ന സമയങ്ങളാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പല വാഗ്ദത്തങ്ങളും ദൈവിക ദൂതുകളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ നോക്കുമ്പോൾ പലതും പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതിലൊന്ന് വിശ്വസിക്കണം, ഈ മാസം 30-ാം തീയതി കൊണ്ട് തന്നെ ചില കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തലമുറകളുടെ വിഷയത്തിൽ, നിങ്ങളുടെ വിഷയത്തിൽ, നിങ്ങളുടെ ജോലി സംബന്ധമായ വിഷയത്തിൽ, ശുശ്രൂഷ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ കർത്താവ് ഒരു പ്രവൃത്തി, കർത്താവിന്റെ വലിയൊരു കാര്യം ചെയ്യുക. പ്രൈസ് ഗോഡ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് അല്പനേരത്തെ ചിന്തിക്കുക യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അല്പനേരം ദൈവവചനം ധ്യാനിക്കുകയാണ്. നമ്മള് യോവേൽ പ്രവചനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ചില പ്രതിസന്ധികളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. 2-ാം അധ്യായത്തിലേക്ക് കാണുമ്പോൾ അതിന്റെ റെമഡി, ആ പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കണമെന്ന് പ്രവാചകനിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ട്. യോവേൽ പ്രവാചകൻ ഈ പുസ്തകം എഴുതുന്നത് യഹൂദയും ഇസ്രയേലിനെയും നോക്കിയാണ് ഈ പ്രവചന ശബ്ദം താൻ പറയുന്നത്. നോക്കിയ നമ്മള് ഇന്നത്തെ നമ്മൾ ഒരു കുറിവാക്യമായിട്ട് നമ്മൾ എടുക്കാം. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വചനം യോവേൽ 2:21 ഘോഷിച്ച് ഉല്ലസിച്ച് സന്തോഷിക്കുക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. God has done great things. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ഉപവസിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. യോവേൽ എഴുതിയ യോവേൽ പ്രവാചകൻ എഴുതിയ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവാത്മാവ് തന്നിൽ കൂടെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. തുള്ളൻ ശേഷിപ്പിച്ചത് 1:4 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, തുള്ളം ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു, വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ആമേൻ. ഹല്ലേലൂയ. നോക്കിയേ, ഈ 4 തരം എന്താ പറയാ പ്രാണികളെ കുറിച്ച് പറയുകയാണ്. അവിടെ പറയുക തുള്ളനും വെട്ടിക്കിളിയും പച്ചപ്പുഴുവും വിട്ടിൽ. നോക്കി, ഇതെല്ലാം ഒരു ഗ്യാങ്ങിൽ പെട്ടതാണ്. പക്ഷെ ഒന്നും സകലതും തീർത്തു കളഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആരോടെ പറയുന്നത്? ഇസ്രായേൽ ജനത്തോട്, യഹൂദയോട് പറയുകയാണ്. ആമേൻ. സകലതും തീർത്തു. ഒന്നിനു പുറകെ ഒന്ന് പ്രശ്നങ്ങൾ വന്ന് സകലതും തീർന്നു പോകുന്നൊരവസ്ഥ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഇങ്ങനെ ആരെങ്കിലും കേൾക്കുന്നവരുണ്ട്, വളരെ ശ്രദ്ധയോടെ കേട്ട് ഇരുന്നാട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുമ്പോൾ 7-ാം അധ്യായം വായിക്കുമ്പോൾ, അത് എൻ്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി, എൻ്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു, അതിനെ മുഴുവനും തോലുരിച്ച് എറിഞ്ഞു കളഞ്ഞു, അതിൻ്റെ കൊമ്പുകൾ വെളുത്തുപോയിരിക്കുന്നു. ആമേൻ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, വയൽ ശൂന്യമായിരിക്കുന്നു, ധാന്യം നശിച്ചു, പുതുവീഞ്ഞു വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കുക, ദേശം ദുഃഖിക്കുന്നു. ആമേൻ. കൃഷിക്കാരെ ലജ്ജിപ്പിൻ, തോട്ടക്കാരെ ഗോതമ്പിനെയും യവത്തെയും ചൊല്ലി മുറയിടുവിൻ. ഹല്ലേലൂയ. വയലിലെ വിള നശിച്ചു പോയല്ലോ, മുന്തിരിവള്ളി വാടി, അത്തിവൃക്ഷം ഉണങ്ങി, മാതളം ഈന്തപ്പന
നാരക മുതലായ പറമ്പിലെ സകല വൃക്ഷങ്ങളും ആമേൻ ഉണങ്ങിപ്പോയിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ആനന്ദം മനുഷ്യരെ വിട്ടു മാഞ്ഞു പോയല്ലോ. ഹല്ലേലൂയ. ഇതൊക്കെ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയുകയാണ്. ആ, ഒരു 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 പർട്ടിക്കുലർ സിറ്റുവേഷനെ കുറിച്ച് പറയുകയാണ്. കർത്താവിന്റെ വചനം കേൾക്കാതെ കർത്താവിനെ എതിർത്തു നിൽക്കുന്ന ഒരു ജനത്തിന്റെ സിറ്റുവേഷൻ ഇതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എല്ലാ മേഖലകളിലും ശൂന്യതയാണെന്നാണ് ആമേൻ പ്രവാചകനിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് ആമേൻ തുള്ളൻ ശേഷിപ്പിച്ചത് ആമേൻ പച്ചപ്പുഴു കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വെട്ടിക്കിളി കൊണ്ടുപോയ ഒരു അനുഭവമാണ്. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ പക്ഷെ ഞങ്ങൾക്ക് ഒരു ഫലം കായ്ക്കുന്ന അനുഭവം ഇല്ല. ഇന്ന് ആരെങ്കിലും അങ്ങനെ കേൾക്കുന്നവരുണ്ടോ? എല്ലാ മേഖലകളിലും കുറച്ചൊരു നന്മ ഉണ്ടായി വരും, ആ സമയത്ത് ഒരു രോഗം വരും, ഒരു പ്രതികൂലം വരും, അല്ലെങ്കിൽ പെട്ടെന്നൊരു ആക്സിഡന്റ് വരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളോടാണ് ദൈവത്തിന്റെ ദൂത്. പ്രൈസ് ഗോഡ്. ഒരു ഫലം കായ്ക്കുന്നില്ല, തലമുറകൾ ഫലം കായ്ക്കുന്നില്ല, കുടുംബത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല, സാഹചര്യത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല, ഒരു വർധന ഉണ്ടാകുന്നില്ല, എന്ത് ചെയ്തിട്ടും മിനിസ്ട്രിയിൽ കൂടെ ഒരു നന്മ ഉണ്ടാകുന്നില്ല. എല്ലായിടത്തും ഒരു തകർന്ന അനുഭവം, ഒരു വഴണ്ട അനുഭവം, ഒരു ഉണങ്ങിയ അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നു പോകാൻ. പ്രൈസ് ഗോഡ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനിൽ കൂടെ സംസാരിക്കുമ്പോൾ ഈ ഒരു ഭാഗം സംസാരിച്ചിട്ട് ഇതിന് വേണ്ടിയുള്ള റെമഡി കൂടെ പറയുന്നുണ്ട്. ഈ റെമഡിക്കകത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എനിക്ക് യോവേൽ പ്രവാചകൻ എഴുതിയ പുസ്തകത്തിന്റെ 2-ാമത്തെ ചാപ്റ്റർ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും എങ്കിലേക്ക് തിരിയുക. അപ്പൊ ഇന്ന് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഉപവസിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ഉപവസിക്കുന്ന ഞാൻ പട്ടിണി കിടന്ന് എന്തെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ മേടിക്കുക എന്നല്ല. ഞാൻ ആഹാരം ഉപേക്ഷിച്ച് ദൈവത്തെ മാത്രം ആശ്രയിച്ച് ഞാനൊരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്കാണ് ഈ ദിവസങ്ങളിൽ ആമേൻ കടന്നു വരുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്ന് എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് കർത്താവിനോട് പറഞ്ഞത് യഥാർത്ഥമായ ഒരു മാനസാന്തരമാണ് പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. ഒരു ദൈവവൈതലിന്റെ ലൈഫിൽ പല മേഖലകളും നമ്മൾ പറയാറുണ്ട്, പിശാചെന്നെ തകർത്തു, പിശാചെന്നെ നശിപ്പിച്ചു കളഞ്ഞു, എന്റെ നന്മകൾ മുടിച്ചു കളഞ്ഞു. പക്ഷെ കർത്താവ് പറയുന്ന ഒരു കാര്യം, നാം മാനസാന്തരപ്പെടുവാൻ തയ്യാറാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ദൈവസന്നിധിയിൽ സബ്മിറ്റ് ചെയ്ത് പൂർണ്ണമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ഈ ചിലർക്ക് ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ചുമ്മാ പോയി പ്രാർത്ഥിച്ചു മേടിച്ചോണ്ട് വരിക. നോ. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു വ്യക്തിപരമായ ഒരു മാനസാന്തരമാണ്. ചേഞ്ച് യുവർ മൈൻഡ് എന്നാണ് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലവും എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? സന്തോഷമുണ്ടോ? അതെ. ഹല്ലേലൂയ. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയുവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായി യഹോവയുടെ അടുക്കിലേക്ക് തിരിയുവിൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷെ ഒരു ഫലവും കാണുന്നില്ല, ഒരു മേഖല ഒരു വർധനവും കാണുന്നില്ല, എല്ലാ ഏരിയകളും ശൂന്യമാണ്. തുള്ളലും വെട്ടുക്കിളിയും പച്ചപ്പുഴും ഒക്കെ ഞങ്ങളുടെ നന്മകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിലും കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കി കൊണ്ടുവരും, കുഞ്ഞുങ്ങളെ ഒന്ന് വളർത്തിക്കൊണ്ടുവരും, പക്ഷെ അവര് ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. ഹല്ലേലൂയ. ആ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ 2-ാമത്തെ ദിവസം മെസ്സേജ് കേട്ട് ആമേൻ ഹല്ലേലൂയ കേട്ടിരിക്കാനല്ല, നമ്മുടെ വസ്ത്രത്തിലല്ല ഹൃദയത്തെ കീറണമെന്ന കർത്താവ്. നമ്മുടെ ഹൃദയത്തെ കീറി ഒരു പൂർണ്ണമായ ഒരു സബ്മിഷനിലേക്ക്, ഒരു റിപ്പൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരും. കർത്താവെ, എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിപ്പോയ ചില തെറ്റുകളുണ്ട്, കുറവുകളുണ്ട്. ഈ സമയങ്ങളിലൊന്ന് ആമേൻ ഹല്ലേലൂയ. നോക്കി, റിപ്പന്റ് ചെയ്യാത്തവനെ വചനം പറയുന്നത് അവനൊരു അഹങ്കാരിയാണെന്നാണ്. ആമേൻ. മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റു പറഞ്ഞ് ഈ സമയങ്ങളിൽ ഒരു 1-2 മിനിറ്റുകൾ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് റിപ്പന്റ് ചെയ്ത്, കർത്താവെ ഹല്ലേലൂയ, കർത്താവ് ഇന്നെ ഏരിയാസ് ഉണ്ട്, ഞാൻ നിരപ്പ് പ്രാപിക്കേണ്ടവരുണ്ട്, ഞാൻ പലരോടും വഴക്കിട്ടിട്ട്
ആമേൻ, പലരെയും വേദനിപ്പിച്ചിട്ടിരിക്കുന്നവരാണ് പറയുന്നത്, കർത്താവെ ഞാൻ ആ ആ ആ ബന്ധങ്ങളെയൊക്കെ ഞാൻ റിസ്റ്റോർ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. പലവിധമായ സഹോദരങ്ങളുമായിട്ട്, കുടുംബക്കാരുമായിട്ട്, ആമേൻ, വീട്ടുകാരൊക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മളിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. വിഷമം തോന്നരുത്. റിയൽ ഫാക്റ്റ് ആണ് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ആരെങ്കിലും, അമ്മ കർത്താവ് തന്നെ പറയുന്നുണ്ട്, നീ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നിന്റെ സഹോദരനുമായിട്ട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിന്റെ സഹോദരനുമായിട്ട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നല്ല, അവന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി നീ നിരപ്പ് പ്രാപിക്കണമെന്ന് പറയും. അല്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ഒന്ന് അവൻ ഹൃദയത്തെ ഒന്ന് കീറിക്കുക, ഒന്ന് ഹൃദയത്തെ ഒന്ന് പകർന്നേ, അല്പനേരം കണ്ണുകളെ അടിച്ച്, കർത്താവെ ഇന്നിന്റെ ഏരിയയിൽ അമേൻ, എന്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം വരണമെന്ന് ആഗ്രഹമുണ്ട്. തുടർന്ന് നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ദൈവം നോക്കിയേ, എല്ലാ കാര്യത്തിനും വചനത്തിൽ ആൻസർ ഉണ്ട്. പ്രൈസ്. നമ്മളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തിന് ദൈവത്തിന്റെ കയ്യിൽ ആൻസർ ഉണ്ട്. കാരണം പറയുന്ന വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. ആമേൻ. ഹല്ലേലൂയ. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും ഭോജനയാകും പാനീയാകവുമായുള്ള ഒരു അനുഗ്രഹം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വായിച്ചു വരുമ്പം 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴത്തേനും ഇങ്ങനെ കാണുന്നു, യഹോവയുടെ ശുശ്രൂഷകന്മാരെ, പുരോഹിതന്മാർ പൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യേ കരഞ്ഞുകൊണ്ട്, യഹോവേ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്ദിക്ക് ഏൽപ്പിക്കരുതേ, അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന് എന്നിങ്ങനെ പറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ, ദൈവസന്നിധിയിൽ പൂർണ്ണമായ ഒരു ഉപവാസത്തെ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ഒന്ന് രണ്ട് മിനിറ്റുകൾ വീണ്ടും ദൈവസന്നിധിയിൽ ഒരു സബ്മിഷനോടെ ആയിരുന്നേ. ആമേൻ. ഹല്ലേലൂയ. ഇവർ നമ്മൾ എത്ര മെസ്സേജ് കേട്ടു, വർഷങ്ങളായിട്ട് മെസ്സേജ് കേൾക്കുക, വർഷങ്ങളായിട്ട് ദൂതുകൾ കേൾക്കുക. 15-ാമത്തെ വാക്യം പറയുന്നു, ഒരു ഉപവാസം നിയമിപ്പിൻ, സഭായോഗം വിളിച്ചു കൂട്ടുവിൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ബീന ആന്റിയോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു, ഒരു സഭായോഗം വിളിച്ചു കൂട്ടുവിൻ, ഒരു ഉപവാസത്തെ പ്രഖ്യാപിക്കുകയും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മൾ വന്നിരിക്കുന്നത് ആമേൻ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഈ 2025 ചെയ്ത് കൂട്ടിയ പല കാര്യങ്ങളുണ്ട് അല്ലേ, അതിനു മുമ്പും ചെയ്ത് കൂട്ടിയ ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. പൂർണ്ണമായ ഒരു സമർപ്പണത്തിലേക്ക് വരുമ്പോഴാണ്, പൂർണ്ണമായ ഒരു സമർപ്പണം, കർത്താവെ ഇന്ന ഏരിയാസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ദൈവസന്നിധിയിൽ ചിലത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്. ആമേൻ. ഹല്ലേലൂയ. അല്ലാതെ എത്ര പ്രവചനം കേട്ടെന്നോ എത്ര ദൂത് പറഞ്ഞെന്ന് പറഞ്ഞാലും ആമേൻ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാത്തിടത്തോളം കാലം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടത്തില്ല. ആമേൻ. ഹല്ലേലൂയ. രാത്രികാലം എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഓരോ അല്പനേരം ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തിക്ക്, നിങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി, ആമേൻ, ഒന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപവസിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കും. കർത്താവേ, എൻ്റെ എല്ലാ ജീവിതത്തിന്റെ വന്നുപോയ കൊടുക്കൽ വാങ്ങുകൾ, ഇടപാടുകൾ, സംസാര രീതികൾ, ആമേൻ, ഹല്ലേലൂയ, ഈ പല രോഗത്തിന്റെ പ്രശ്നം നമ്മൾ പലരോടും പക വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പകയെല്ലാം അങ്ങ് വിട്ടേ, ആ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അങ്ങ് വിട്ടേ. കർത്താവെ, ഞാനത് മനഃപൂർവ്വമായി ക്ഷമിക്കുക. ചിലരോട് എന്നെ വേദനിപ്പിച്ചവരുണ്ട്, ശരിയാ, ഞാൻ അവരോട് ക്ഷമിക്കുക. ഹല്ലേലൂയ. രാത്രികാലം ദൈവസന്നിധി നിങ്ങളൊന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. ഞാൻ വെറുതെ പറയുന്നതല്ല, ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് നിരപ്പ് പ്രാപിക്കാനുള്ളവരോടെല്ലാം ഒന്ന് നിരപ്പ് പ്രാപിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ
ദൈവ സാന്നിധ്യം വെളിപ്പെടും. നിങ്ങൾ ആത്മാവിനെ അനുഭവിച്ചറിയും. Praise God. ഇതുവരെ ഇല്ലാത്ത ദൈവിക സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകും. പക്ഷെ ഒരു സുഖമില്ല. ഇത് വിട്ടുകള. ആകൃത്യത്തെ അങ്ങ് ഉപേക്ഷിക്കുക. ആ പാപത്തെ അങ്ങ് വിട്ടുകള. നിന്റെ ശരീരം ഗുണമാകും. നിന്റെ ചിന്തകളിൽ നിന്ന് ആ ഭയം അങ്ങ് മാറും. Hallelujah. രാത്രികാലം ഹാലലൂയ പൂർണ്ണമായ ദൈവത്തിൽ നിന്ന് ആമേ റിപ്പന്റ് ചെയ്ത് ഹാലലൂയ ഷാഖാലബാറ ഹബ്ദരാജകൻ വൈകളെ തുറന്ന് കമോ ഹാലലൂയ. നമുക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ? പ്രൈസ് ഗോഡ്. ഹാലലൂയ. കർത്താവ് പറയുക കേൾക്കുക മാത്രമല്ല കേൾക്കുന്നത് ചെയ്യാനും കൂടെ കർത്താവ് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഹാലലൂയ ഹാലലൂയ ഷാഖാറാബാന ഹബ്ദരാജകൻ പ്രവേദിയാത യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമം. ചില കുടുംബങ്ങളിലേക്ക് വലിയ ദൈവ സാന്നിധ്യം നിങ്ങളിപ്പോൾ റിപ്പന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ആത്മപകർച്ച നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങുകയാണ്. എൽസി ഷാദൻ എന്ന് പറയുന്ന ആ ഡിവൈസിലിരിക്കുന്ന അന്യയുടെ ജീവിതത്തിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ തലയിൽ ദൈവത്തിന്റെ സ്പർശനം ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. അനി വലിയൊരു സൗഖ്യം ആ ശരീരത്തിൽ നടക്കുന്ന പരിശുദ്ധാത്മാവിനെ കാണിക്കും. ഷാബാറാധാരമായി യേശുവിന്റെ നാമത്തിൽ ആർക്കാറ്റോൽമാനാസ്മേറ്റേരിയ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു സൗഖ്യം അനിയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ അത് നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ. ഓ കർത്താവേയുടെ കൃപ വെളിപ്പെടണം, കൃപ വെളിപ്പെടണം, കൃപ വെളിപ്പെടണം. ഷാഖാറാബാര ഹംദരാജകൻ പ്രഭാകരസി യേശുവിന്റെ നാമത്തിൽ റൈറ്റോൽമാനേസിയ എല്ലാ നെർവ് പ്രോബ്ലംസും ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ പെയിനുകളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ. ചില സമയങ്ങളിൽ ചില ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന പോലെ ആമേൻ മുന്നോട്ട് പോകാൻ ആമേൻ കഴിയാത്തൊരവസ്ഥ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് ഇന്ന് ആമേൻ അങ്ങനെ അവസ്ഥകളുണ്ടോ? ഹല്ലേലൂയ ഉണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ഒരു കെട്ടഴിച്ചു വിടുന്നത് തന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വലിയ ആത്മശക്തി ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഹാലലൂയ. എന്നോട് ആന്റിയോട് പ്രവചിക്കാൻ പറയുന്നു പരിശുദ്ധാത്മാവ്. അഭിഷേകം ഇന്ന് രാത്രികാലം നുകത്തെ തകർക്കുകയാണ്. ഹാലലൂയ. നിങ്ങളുടെ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തിന്റെ മേഖലകളെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് തകർക്കുകയാണ്. എന്ത് ചെയ്തിട്ടും ഒരു നന്മ കയ്യിലേക്ക് വരാതെ നിൽക്കുന്ന ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ആ ഏരിയാസിൽ ദൈവത്തിന്റെ വലിയ മഹത്വം ഇറങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലി വിഷയത്തിൽ ഒരു നന്മ ഉണ്ടാകുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഈ ജോലി സംബന്ധമായ വിഷയത്തിൽ ആമേൻ ഒരു വിടുതൽ ഉണ്ടാകണം. അങ്ങനെ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ആമേൻ. ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു ആ ഏരിയയിൽ ഭയങ്കര ഒരു വിടുതൽ ഉണ്ടാകും. ഈ മാസം ഈ ഡിസംബർ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വലിയ ഗ്രേസ് നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ആത്മശക്തി ഇറങ്ങട്ടെ, ആത്മശക്തി ഇറങ്ങട്ടെ. കർത്താവേയുടെ കൃപ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ ഇരിക്കുന്നത് നമ്മൾ ഒരു ഉപവാസ പ്രാർത്ഥനയായിട്ട് കൂടിയിരിക്കുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഹാലലൂയ. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കൂടിയിരിക്കുന്നത്. ആമേൻ. ഹാലലൂയ. എനിക്ക് ഈ ബിരിയാണി മീറ്റിംഗ് തുടങ്ങിയിട്ട് 4 വർഷമായി അല്ലേ? അത്രേ? 2 വർഷമായി. ഈ 2 വർഷമായിട്ട് നമ്മൾ മെസ്സേജ് കേൾക്കുന്നുണ്ട് അല്ലെ? ഒരുപാട് മെസ്സേജ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ എഴുതിയിട്ടിട്ടുണ്ട്. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ മെസ്സേജ് ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഒരു സബ്മിഷന് വേണ്ടിയാ. അപ്പൊ ദൈവസഭ ഒരുമിച്ച് കൂടുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ
ആമേൻ. കർത്താവിന്റെ ശരീരം ഒന്നിച്ചു കൂടുമ്പോൾ തല അവിടെ ആമേൻ പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ശരീരത്തിൽ ജീവൻ വെളിപ്പെടാൻ തുടങ്ങും. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ ശരീരത്തിന്റെ ഈ തളർന്നു പോയ ചില അവയവങ്ങളിലേക്ക് ദൈവത്തിന്റെ സൗഖ്യം ഇറങ്ങുന്നതായിട്ട് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ റൈറ്റ് ആക്കാരമനഗസിയ പാരലൈസ് വന്ന പോലെ ഇരിക്കുന്ന ചിലത് ഇന്ന് രാത്രികാലം സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വലിയ ജീവൻ ഒഴുകുന്നു, ജീവൻ ഒഴുകട്ടെ. ഷാഖാലാബാറാകാതെ യേശുവിന്റെ നാമത്തിൽ ചിലരുടെ മേൽ ഭയങ്കര ലൈഫ് മാനിഫെസ്റ്റ് ചെയ്യുന്ന പരിശുദ്ധാത്മാവ് കാണിക്കട്ടെ. ഷാഖാലാബാറ ഹംദരാജകൽ പ്രഭ. ഈ സമയങ്ങളിൽ ആത്മാവിൽ കരങ്ങളെ അടിച്ച് അല്പനേരം പ്രതികരിച്ച് അഭിഷേകത്തോടെ റീറ്റാലമ കർമ്മന സിയാതിരിയാതുര പിശാച് വന്ന് നറുക്കാനും മുടിക്കാനുമാണെങ്കിൽ ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായി ഉണ്ടാകാനുമാണ്. ഇന്ന് രാത്രികാലം വലിയ ജീവന്റെ ശക്തി വെളിപ്പെടട്ടെ. അല്പനേരം ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങിയാൽ ഓ റൈസ് ബിഥാറ റബ്ബല ബൗഡ പ്രവാനകസ്യ അതുര ജഗൽ പ്രവേനി അതുര അന്യഭാഷകളിൽ സംസാരിച്ചാട്ടെ. ഈ സമയങ്ങളിൽ ഹല്ലേലൂയ വലിയ ദൈവപ്രവൃത്തി കുടുംബങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഊരാബ ഷാഖാലാബാറാകാസി യേശുവിന്റെ നാമത്തിൽ ആൽമൗറ മസ്മേഥേലി ബ്രഹം ദരാജകൽ പ്രഭ റൈക്കസ് മറ്റൂലി അതുര യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഷാഖാറാമാനഗതിരി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് റിപ്പന്റ് ചെയ്ത് കയറണമെന്ന്. ഹല്ലേലൂയ. ഷാഖാലാമാനഗസി ചില ഏരിയാസിനെയൊക്കെ ഒന്നും വിട്ട് കംപ്ലീറ്റ്ലി ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഉപവാസ പ്രാർത്ഥന വരട്ടെ. ആമേൻ ഹല്ലേലൂയ. കർത്താവേ എന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുക. ആമേൻ ഹല്ലേലൂയ. ദൈവ രാജ്യത്ത് നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവ രാജ്യത്തിൽ ജീവിക്കാനാണ്, അല്ലെ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രാത്രികാലം എത്ര പേർക്ക് ബോധ്യമുണ്ട് ഞാനായിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ അണ്ടറിലാണ്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ അണ്ടറിലാണ് ഒരു ദൈവ പൈതൽ നിൽക്കുന്ന ഒരു കിങ്ഡം സിറ്റിസൺ ആണ് നമ്മൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കിങ്ഡം സിറ്റിസൺ അപ്പോൾ നമ്മൾ പറയും ഞാൻ ദൈവരാജ്യം കാണുന്നില്ല. കർത്താവ് പറയുന്നത് ദൈവരാജ്യം കാണത്തക്കവണ്ണം അല്ല നമ്മുടെ ഇടയിലുള്ളത്. ഇൻവിസിബിൾ വേൾഡ് ആണ്. ഈ ഇൻവിസിബിൾ വേൾഡിൽ നമ്മൾ ഒരു സിറ്റിസൺ ആയിട്ട് നിൽക്കുകയാണ്. എങ്ങനെ ആ സിറ്റിസൺ ആയിട്ട് നിൽക്കാൻ കഴിയും? വിശ്വാസത്താൽ ആ രാജ്യത്തിൽ നമുക്ക് വസിക്കാൻ കഴിയും. ആമേൻ ഹല്ലേലൂയ. അപ്പൊ ഇന്ന് രാത്രികാലം ആ രാജ്യത്തിന്റെ ലോയ്ക്കകത്താണോ ഞാൻ നിൽക്കുന്നത്? ആ രാജാവിന്റെ ലോയ്ക്കകത്താണോ ഞാൻ നിൽക്കുന്നത്? ഇന്ന് നമ്മൾ വളരെ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഷാഖാലാബാറാകാസിയ ഞാൻ നിൽക്കുന്നത് ആ രാജാവിന്റെ നിയമത്തിന്റെ അകത്താണോ? രാജാവിന്റെ ഇഷ്ടത്തിനൊത്ത വണ്ണമാണോ ഞാൻ നിൽക്കുന്നത്? യോഹന്നാൻ സുവിശേഷം 14 ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ ഹല്ലേലൂയ, എന്റെ വചനം അനുസരിക്കുന്നവന്റെ അടുത്തേക്ക് ഞാനും പിതാവും വന്ന് അവനോടുകൂടെ വാസം ചെയ്യുമെന്നാ പറയുന്നത്. ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് രാത്രികാലം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ആമേൻ. പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്ന ഓരോ കാര്യങ്ങളുമായിട്ട് എൻ്റെ ലൈഫിൽ ഏതെങ്കിലും ഏരിയാസിൽ ആമേൻ ഹല്ലേലൂയ അതിനനുസരിച്ചാണോ ഞാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇന്ന് ദൈവസനിൽ റിപ്പന്റ് ചെയ്ത് കർത്താവേ സോറി. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറയാം, വചനം അനുസരിച്ച് ഒരാൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ അവന്റെ ലൈഫിൽ അവൻ പ്രാർത്ഥിക്കുക പോലും വേണ്ട ചില വിഷയത്തിന്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഒരാൾ വചനത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവന് വേണ്ടി അവന്റെ പുറകെ നന്മയും കരുണയും അവന്റെ പുറകെ പിന്തുടരും. ഹല്ലേലൂയ. കൃപയാലല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ബൈ ഗ്രേസ് ആണ് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് വന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മളെ മക്കളാക്കി തീർത്തതാണ് കൃപ. മക്കളെ പോലെ ജീവിക്കുന്നതാണ് കൃപ. നമുക്ക് കൃപ തന്നവരോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ആമേൻ ഹല്ലേലൂയ പ്രകടനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് സന്തോഷം? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വിശ്വസിച്ച് ആമേൻ കർത്താവെ ഞാൻ എന്നെ സമർപ്പിക്കുക. ഷാഖാലാബാറാകാസി യേശുവിന്റെ നാമത്തിൽ. അപ്പോ ആമേൻ യോവേൽ പ്രവാചകനിൽ കൂടെ കർത്താവ് പറയുകയാണ്, ഒരു 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ
ആമേൻ. ഒരു ഉപവാസം നിയമിപ്പിൻ, സമവായോഗം വിളിച്ചു കൂട്ടുവിൻ, ജനത്തെ കൂട്ടി വരുത്തുവിൻ, സഭയെ വിശുദ്ധീകരിപ്പിൻ, മൂപ്പന്മാരെ കൂട്ടി വരുത്തുവിൻ, പൈതങ്ങളെ മുല കുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവിൻ. ആമേൻ. ഹല്ലേലൂയ. നോക്കിയും കർത്താവ് പറയുന്നത്, ആമേൻ, പൂർണ്ണമായി സമർപ്പണത്തോടെ വരുമ്പോൾ, ആമേൻ, നമ്മൾ വീണ്ടും 17-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, 17ന്റെ പകുതി മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവ നിന്റെ ജനത്തോട് യഹോവയെ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്ദയ്ക്ക് ഏൽപ്പിക്കരുതേ. പ്രൈസ് ഗോഡ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ചില ജാതികൾ നമ്മളെ വാണുകൊണ്ടിരിക്കുക, അല്ലെ, കർത്താവിനെ അറിയാത്തവർ നമ്മളെ വാണുകൊണ്ടിരിക്കുക, നമ്മളെക്കാളിലും പ്രഗത്ഭരായിക്കൊണ്ടിരിക്കുക. ഒരു ദൈവമക്കളെ വാഴുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് രാത്രികാലം കർത്താവ് നമുക്ക് തരുന്ന ഒരു ഉറപ്പിതാണ്. നമ്മളെ അവര് നമ്മളെ വാഴാനല്ല, നമ്മൾ ജലത്തിനെ വാഴാനാണ് സ്വർഗം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന പ്ലേസിൽ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, ആമേൻ, കർത്താവിനോടൊന്ന് പറയാം, കർത്താവ് നിങ്ങളത്, ആമേൻ, പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ചാൽ മതി, ആ വാഴ്ചകൾ അവിടെ നിൽക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ജോലി സംബന്ധമായി ഭയങ്കരമായി വർക്ക് പ്ലേസിൽ ഭയങ്കരമായി ട്രബിൾ അനുഭവിക്കുന്ന, പ്രോബ്ലംസ് അനുഭവിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ വലിയ കരമിറങ്ങുകയാണ്. നിനക്കെതിരായിട്ട് നിൽക്കുന്നവർ നിനക്ക് അനുകൂലമായി മാറാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിനെതിരായി, നിന്റെ ശുശ്രൂഷക്കെതിരായി, നിന്റെ വാക്തത്വങ്ങൾക്കെതിരായി നിൽക്കുന്ന ചില എസബേൽ ശക്തികളുടെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇറങ്ങുകയാണ്. രാത്രികാലം വലിയ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. നീ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിന് വേണ്ടി അവൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി യുദ്ധം ചെയ്യുന്ന ഒരു കാഴ്ച. ജയശ്രീ പുനലൂർ എന്ന ഡിവൈസിലിരിക്കുന്ന ആന്റിയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ചില ആഭിചാരത്തിന്റെ, മന്ത്രവാദത്തിന്റെ മേഖലകളുടെ മേൽ ഇന്ന് രാത്രികാലം യുദ്ധം പ്രഖ്യാപിക്കുന്നത് പോലെ ചില വാഴ്ചകളുടെ മേൽ നിങ്ങളുടെ ശുശ്രൂഷ സംബന്ധമായിട്ട് മുന്നേറുവാൻ കഴിയാത്ത പോലെ നിൽക്കുന്ന ചില പ്രതികൂലങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഒടിച്ചു കളയുകയാണ്. ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടണമെന്നുണ്ട്, ഇല്ലേ? പ്രൈസ് ഗോഡ്. ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രികാലം എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു പുതിയ അഭിഷേകത്താൽ കർത്താവ് നിറയ്ക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആന്റിയെ ദൈവം ജാതികളുടെ മധ്യയിൽ ഉപയോഗിക്കും. തള്ളിയവരുടെ മധ്യയിൽ ദൈവം കൊണ്ട് സുവിശേഷം പറയിക്കും. ശാഖാലബാറ ഹന്തരാജകൽപ്രവാഹ. ഈ സീസണിൽ പ്രാർത്ഥിച്ചോ, 2026 ചില കൂട്ട സ്നാനങ്ങൾ നിങ്ങൾ മുഖാന്തരം ഉണ്ടാകും. യേശുവിന്റെ നാമത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭവനത്തിൽ നിന്ന് ചില ചങ്ങലകൾ പൊട്ടിമാറുന്നത് പരിശുദ്ധാത്മാവാണ്. ചില ഡിപ്രഷന്റെ അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ അതെല്ലാം മാറിപ്പോകട്ടെ. അർക്കനാധിക പ്രമാണകസ്യ യേശുവിന്റെ നാമത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അനുഭവങ്ങളൊക്കെ മാറിപ്പോകട്ടെ. വലിയ ശാന്തത. ശിഷ്യന്മാര് ഭയപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്തേക്ക് യേശു ആമേൻ വന്നു നിന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ, നിങ്ങൾക്ക് സമാധാനം. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ കുടുംബത്തെ നോക്കി ഒറ്റ കാര്യം വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. പ്രൈസ് ഗോഡ്. എബ്രായ ഭാഷയിൽ ഷാലോം എന്ന വാക്ക്, ഷലോം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഫുൾനെസ് എന്നാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളോട് ഇന്ന് സമാധാനം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്നെസ്, ഹല്ലേലൂയ, ഒരു ഫുൾനെസ് നിങ്ങളുടെ ലൈഫിൽ വരികയാണ്. എവിടെയെല്ലാം ശൂന്യമാക്കപ്പെട്ട് കിടക്കുന്നോ ഒരു വോൾനെസ് എന്ന് പറഞ്ഞാൽ അതെല്ലാം അവൻ നിറയാൻ പോവുക. നിങ്ങളുടെ വിശ്വാസത്താൽ വെട്ടിയ കുഴികളിലെല്ലാം വലിയ നിറമുണ്ടാകാൻ പോവുക. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാ പറയും, ഈ ഉദര സംബന്ധമായ രോഗമുള്ളവരുടെ മേൽ ഇപ്പോൾ ദൈവത്തിന്റെ കരമിറങ്ങുന്നു യേശുവിന്റെ നാമത്തിൽ. ഉദര സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ശഖറബലഗതിരി. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ഉദരത്തിലേക്ക് കൈവച്ച് പ്രാർത്ഥിച്ചേ. സൗഖ്യത്തിന്റെ കരം ഇപ്പോൾ നീട്ടണ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ.
യേശുവിന്റെ നാമത്തിൽ ചില ഒടിഞ്ഞ അസ്ഥികൾ ഇപ്പോൾ ജീവിക്കട്ടെ. ഒടിഞ്ഞ അസ്ഥികൾ ഇപ്പോൾ ജീവിക്കട്ടെ. ഹല്ലേലൂയ. ശഖറബര ഹംദര ജഗൽപ്രഭ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ശഖറബരകസിയ. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ദൈവരാജ്യത്തിലാണെങ്കിൽ ദൈവരാജ്യത്തിന്റെ ഭാഷയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ എന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുമ്പോൾ, പ്രൈസ് ഗോഡ്, കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് 18 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തന്റെ ജനത്തെ ആദരിച്ചു. യഹോവ തന്റെ ജനത്തിന് ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധ്യാനവും വീഞ്ഞും എണ്ണയും നൽകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ അതിനാൽ തൃപ്തരാകും. ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ദിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ദൈവവചനത്തിൽ നിന്നൊരു ദൂത് പറയുകയാണ്, നിങ്ങൾ ഇനി ജാതികളുടെ മുമ്പിൽ നിന്നയാകത്തില്ല. നിങ്ങളുടെ നിന്ന മാറും. ഹല്ലേലൂയ. ജാതികൾ നിങ്ങളെ നോക്കി, നിങ്ങളുടെ കുടുംബത്തെ നോക്കി വിളിച്ചു പറയുന്നു, ഇവരെന്തുവാ ഇത്ര നാളായിട്ട് ഒരു ഉയർച്ചയില്ലാതെ നിൽക്കുന്നേ. ആ നിന്ന മാറും. ഇവരുടെ അവസ്ഥയ്ക്ക് എന്താ മാറ്റം വരുന്നേ? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രികാലം കർത്താവ് പുതിയത് ചിലത് ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് ചിലത് പുതിയത് ചെയ്യുക. ജാതികളുടെ മുമ്പിലുള്ള നിന്ന മാറും. എന്ന് പറഞ്ഞു, ജാതികളുടെ മുമ്പിലുള്ള നിന്ന മാറുക. യേശുവിന്റെ ഇപ്പോൾ തന്നെ ഉഠയട്ടെ, നിന്ദകൾ ഉഠയട്ടെ. അമ്മേ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത്. ഹല്ലേലൂയ. പാസ്റ്റർ ഞങ്ങളോട് ദൂതൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മളെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാൽ അവരുടെ മധ്യത്തിൽ കർത്താവുണ്ട്. ആമേൻ. ഈ സമയങ്ങളിൽ വിടുതലുകൾ നടക്കും. ഈ സമയം നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാവും. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ സമയം രോഗമുള്ള ഭാഗത്തേക്ക് കൈവച്ച് പ്രാർത്ഥിക്കണം, കർത്താവേ ഇപ്പോൾ ഹീലാകട്ടെ. ചില പാൻക്രിയാസുകൾ ഇപ്പോൾ സൗഖ്യമാകുന്നു യേശുവിന്റെ നാമത്തിൽ. റൈസ് മെറ്റോലിയാന്തുര. യേശുവിന്റെ നാമത്തിൽ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈ പാൻക്രിയാസ് സംബന്ധമായ ഈ ഭയങ്കരമായ ഷുഗർ പ്രോബ്ലം ഉള്ളവരൊന്നും പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ അതിപ്പോൾ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ശഖല ബറകത്തിൽ യേശുവിന്റെ നാമത്തിൽ. ലൈബ്ര കഷബാല ഹംദരാജകൽ പ്രഭ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കണം. നിങ്ങളുടെ ബ്ലഡിൽ ഭയങ്കര ഹീലിംഗ് നടന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടോ? വിശ്വസിക്കുന്നവരുണ്ടോ? നിങ്ങൾ വിശ്വസിച്ച് പോയി ചെക്ക് ചെയ്യണം. അവൻ യേശു തൊട്ടാൽ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശു തൊട്ടാൽ മിറക്കിളാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഓക്കെ, കർത്താവ് പറയുന്ന ഒരു കാര്യം, ജാതികളുടെ മുമ്പിൽ ആമേൻ നിങ്ങൾ ഇനി ലജ്ജിച്ചു പോകത്തില്ല. ഒന്ന് ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഉപവാസ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നതിനാണ്. ആമേൻ. ജാതികളുടെ മുമ്പിൽ നിങ്ങൾ ഇനി നിന്ദിതരാകത്തില്ല. ഹല്ലേലൂയ. നോക്കിയ അടുത്ത വാക്യം പറയുന്നു, ജാതികളുടെ ഇടയിൽ നിന്നയാവുകയില്ല. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരണ്ടതും ശൂന്യമായൊരു ദേശത്തേക്ക് നീക്കി. അവന്റെ മുൻപടയെ കിഴക്കേ കടലിലും അവന്റെ പിൻപടയെ പടിഞ്ഞാറേ കടലിലും ഇട്ടുകളയും. ആമേൻ. ഹല്ലേലൂയ. അവൻ വമ്പ് കാട്ടിയിരിക്കുക കൊണ്ട് അവന്റെ ദുർഗന്ധം പൊങ്ങുകയും നാറ്റും കയറുകയും ചെയ്യും. ദേശമേ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ, പൈശാചിക മേഖലകളുടെ പദ്ധതികൾ, ആഭിചാരത്തിന്റെ പദ്ധതികൾ ഇന്ന് രാത്രികാലം നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പൊട്ടി മാറുകയാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ലാബാറ ഹംദരാജകൽപ്രഭ. നിങ്ങളുടെ തലമുറയിൽ നിന്ന് അത് മാറിപ്പോവുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ ഹെവൻലി പോർട്ടലിൽ നിൽക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന
ഓ ഹാലൂയ, ശത്രുവിന്റെ പദ്ധതികൾ ഇന്ന് പൊളിയട്ടെ. ഓ ഹാലൂയ, ശകാരമാനകസിയ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. ചില സ്പിരിച്വൽ യുദ്ധങ്ങളിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെടാൻ പോവുക. ചില സ്പിരിച്വൽ അറ്റാക്കുകളിൽ ഇന്ന് രാത്രികാലം അതിൽ നിന്ന് വിടുതലുണ്ടാകും യേശുവിന്റെ നാമത്തിൽ. പെട്ടെന്നൊരു മന്ദത വരുന്നത് പോലെ, പെട്ടെന്ന് ബ്ലാങ്ക് ആകുന്ന പോലെ, പെട്ടെന്നെല്ലാം മറന്നു പോകുന്ന പോലെ അവസ്ഥകൾ ഇന്ന് രാത്രികാലം ചിലരെ വിട്ട് മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ജെസ്സി ബിജു ആന്റിയുടെ മേൽ ഭയങ്കര ദൈവശക്തി ഇറങ്ങുന്നു. പരിശുദ്ധാത്മാവിനോട് യേശുവിന്റെ നാമത്തിൽ വലിയ ആത്മശക്തി നിങ്ങളുടെ മേലേക്ക് ഇറങ്ങുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ ഗതികേട് ഇന്ന് മാറുകയാണ്. ദൈവം ചിലത് നിങ്ങളുടെ ഭവനത്തിൽ എഴുതി ചേർക്കുകയാണ്. ചിലത് ആടിയപ്പെടാൻ പോകുന്നു. ഇല്ലാത്തത് ചിലത് ഉണ്ടായി വരാൻ പോകുന്നു, ഉളവാകുന്നു യേശുവിന്റെ നാമം. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ജെസ്സി റെനി, അമ്മ സിസ്റ്റർ, നിങ്ങളുടെ മേൽ ഭയങ്കര ഫേവർ ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. ദൈവത്തിന്റെ വലിയ ഫേവർ ഇറങ്ങുന്നു. 2026 കയറുന്നതിന് മുമ്പ് കർത്താവിനെ കാണിക്കും. നിങ്ങളുടെ ലൈഫിൽ ഫേവർ ഓപ്പൺ ആവും. നേരത്തെ നിങ്ങൾ പോകുന്നിടത്തെല്ലാം ബ്ലോക്കാ, പക്ഷെ ഇനി പോകുന്നിടത്തെല്ലാം വഴി തുറക്കുക. നേരത്തെ നിങ്ങൾക്ക് എല്ലാം എതിരായി നിൽക്കുക, പക്ഷെ ഇനി നിങ്ങൾക്കെല്ലാം അനുകൂലമാവുക. കർത്താവ്, എന്നോട് മാത്രം എന്താ ഇങ്ങനെ? ആ ചോദ്യത്തിന് ഇന്ന് സ്വർഗം ഉത്തരം തരികയാണ്. ഹല്ലേലൂയ. ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ ദൈവത്തോട്? ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് ഇന്ന് പൊട്ടുകയാണ്. നിങ്ങൾ ഈ രാത്രി കാലങ്ങളിൽ ദൈവസന്നിധിയിൽ നിന്ന് കരയുന്നതിന്, വെളുപ്പിനൊക്കെ എഴുന്നേറ്റിരുന്ന് കാര്യം നിലവിളിക്കും. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സിസ്റ്ററെ, നിങ്ങളുടെ കണ്ണുനീരിന് ദൈവത്തിന്റെ വലിയ മറുപടിയാണ്. എന്നോട് യേശു പറയുന്നു, കർത്താവ് നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലുള്ള ചിലതിനെ ദൈവം സ്പർശിക്കും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എതിരായിട്ട് നിൽക്കുന്ന ചിലത് അനുകൂലമായി മാറും. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഫ്രീ ആകും. ഈ മനസ്സിൽ വലിയൊരു ഭാരം കൊണ്ടായി ഈ ശുശ്രൂഷയിലേക്ക് കയറിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അത് ഫ്രീ ആകുന്ന പരിശുദ്ധാത്മാവിനേക്കാണ്. കർത്താവേ, അത് സംഭവിക്കട്ടെ. തുള്ളലും വിട്ടിക്കിളിയും പച്ചപ്പുഴവും വിട്ടിലും ചിലതൊക്കെ നശിപ്പിച്ചു കളഞ്ഞെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അതിനകത്ത് ഇറങ്ങട്ടെ. കൃഷ്ണൻ, നിങ്ങളുടെ മുമ്പിൽ വലിയ ജയമുണ്ട് കേട്ടോ. ജയമുണ്ട്. പരാജയപ്പെടുമെന്നുള്ള പേടി വേണ്ട. വലിയ ജയം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുകയാണ് യേശുവിന്റെ നാമം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച ഈ സമയങ്ങളിൽ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ആ ഹെവൻലി ഈ റലവുമായിട്ട് കണക്ട് ആകത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് അല്ലെങ്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ നമ്മൾ കയറുമ്പോൾ അപ്പോൾ മാത്രമേ നമുക്ക് അവിടെ നടക്കുന്ന കർത്താവ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് റിസീവ് ചെയ്യാൻ കഴിയുന്നു. ഹല്ലേലൂയ. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ്, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. നിന്റെ വിലാപം നൃത്തമായി തീരും. ഹല്ലേലൂയ. നിന്റെ സങ്കടം മാറും. ഹല്ലേലൂയ.
നിന്റെ കരച്ചിലും മാറും. ഹാലലൂയ. നിന്റെ ദുഃഖം മാറും. ദൈവത്തിന്റെ വലിയ വിടുതൽ നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങും. ഹാലലൂയ. ഇന്ന് രാത്രികാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹാലലൂയ. എന്റെ വിലാപം നീങ്ങുകയാണ്. ഷാബാറ. ഞാൻ ഭയപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിലേക്ക് ഒരു സന്തോഷം ഘോഷിച്ചുല്ലസിക്കണം എന്ന് പറഞ്ഞു. ഘോഷിച്ചുല്ലസിക്കണം. ഹല്ലേലൂയ. ഞാൻ ദൈവം പറയുന്ന ഒരു കാര്യം നിങ്ങളോട് കൈമാറുക. 2026 നിങ്ങൾ ഘോഷിച്ചുല്ലസിക്കും. ഈ വർഷം കരഞ്ഞ വിഷയത്തിൽ 26 ഘോഷിച്ചുല്ലസിക്കും, സന്തോഷിക്കും എന്ന് പറയാം. സന്തോഷിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ ഞാൻ സന്തോഷിക്കും. സോഫിയ സെബാസ്റ്റ്യൻ ആന്റി എഴുതിയിട്ടോ, ഞാൻ ഉല്ലസിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എഴുതുമായിരുന്നോ? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എഴുതുവാണെങ്കിൽ എഴുതിയിട്ടോ, ഞാൻ ഉല്ലസിക്കും, ഞാൻ സന്തോഷിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്ന് പറഞ്ഞേ, ഞാൻ ഉല്ലസിക്കും, സന്തോഷിക്കും. ഓ ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ദൂത് എങ്ങനെ പിടിക്കുന്നതെന്ന് കൂടെ പറഞ്ഞു തരട്ടെ. ദൈവത്തിന്റെ ദൂത് ഈ ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കാണണം. വിശ്വാസ കണ്ണാണ്. വിശ്വാസത്താൽ അത് പറയണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഉല്ലസിക്കുന്നത്, സന്തോഷിക്കുന്നത്. രാത്രികാലം ഈ വചനം പറയുമ്പോൾ തന്നെ ചിലരുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറാൻ നോക്കുക. ഹല്ലേലൂയ. ജിബി മാത്യു സിസ്റ്റർ കർത്താവിനോട് പറയുന്നു, നിങ്ങൾ ഉല്ലസിക്കും, നിങ്ങൾ സന്തോഷിക്കും. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങളെ അടുത്തൊരു പൊസിഷനിലേക്ക് ദൈവം ഷിഫ്റ്റ് ചെയ്ത് നിർത്തുന്നത് ഞാൻ കാണുന്നു. ഷാഖാലമാർ. നിങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആണോ? പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവിനോട് പറയും. യെസ്, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വേഗത്തിൽ ഒരു 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 പ്രൊമോഷൻ പോലെ ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. ഒരു ഡിവൈൻ പ്രൊമോഷൻ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആകുക. ലാബാറക്കാസിയാന്തര. ഒത്തിരി ഞരങ്ങുന്ന അനുഭവങ്ങളുണ്ട്. ഒത്തിരി ഒതുക്കി കോർണർ ചെയ്യപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. ഇന്ന് രാത്രികാലം അതെല്ലാം ബ്രേക്ക് ചെയ്ത് എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. നിങ്ങളെ മുമ്പിലേക്ക് ദൈവം കൊണ്ടുവരും. റാമാനാസ് മെറ്റീലിയാന്തര. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സിസ്റ്ററോട് പറയാൻ പറഞ്ഞു, ഞാൻ നിനക്ക് ജ്ഞാനത്തെ തരും. പലതും പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ദൈവത്തിന്റെ ജ്ഞാനം നിങ്ങളുടെ മേലിറങ്ങുന്നു. ലാബാറ കശ്മീരിയാന്തര. യേശുവിന്റെ നാമത്തിൽ ലാഖാറമാനിയാന്തര. നിങ്ങളൊരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട് മാറും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. റായ്ഖസ്മെറ്റൂരിമാന ഹംദരാജകൽ പ്രമാണത. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആ കുടുംബത്തിന്റെ അവസ്ഥകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞേ, ഞങ്ങൾ ഉല്ലസിക്കും, സന്തോഷിക്കും. ഞങ്ങൾ ഉല്ലസിക്കും, സന്തോഷിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉല്ലസിക്കും, സന്തോഷിക്കും. റിപ്പന്റ് ചെയ്യുന്നവരാണ് പറയേണ്ടത്. റിപ്പന്റ് ചെയ്യുന്നവരാണ് പറയേണ്ടത്. ദൈവസന്നിധിയിൽ കംപ്ലീറ്റ് ആയിട്ട് ചിലതിനെ വിട്ടവരെ പറയാവുന്നു. ആമേ. എന്ന് പറഞ്ഞേ, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഉല്ലസിക്കും, സന്തോഷിക്കും. ഉല്ലസിക്കും, സന്തോഷിക്കും. ഈ വാക്കൊന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് പറഞ്ഞു. ഉല്ലസിക്കും, സന്തോഷിക്കും. ഉല്ലസിക്കും, സന്തോഷിക്കും. ഈ കർത്താവിന്റെ വചനം ഉണ്ടല്ലോ, നമ്മൾ ചിലതൊക്കെ അങ്ങ് എന്താ പറയാ, മടി കൂടാതെ നമ്മൾ അങ്ങ് കൺഫസ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനൊരു ട്രെയിൻ യാത്രയിൽ വരുന്ന സമയത്ത്, ഒരു 6 മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്യണം. ആ സമയത്ത് ഞാൻ ട്രെയിനെ കയറി നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ ഈ തൊണ്ടയുടെ ഈ ഭാഗത്ത് ഒരു തടിപ്പ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ തടിപ്പ് വരുമ്പോൾ നമ്മൾ എന്തോ പെട്ടെന്ന് തിങ്ക് ചെയ്യുന്നത്, ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ഫോൺ ഉള്ളവരാണെ അപ്പോഴേ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കും അല്ലേ. അപ്പൊ ഗൂഗിൾ നമ്മളോട് എന്ത് പറയും അല്ലെ? CP മാത്യു എന്ന ഡിവൈസിൽ ഇരിക്കുന്ന അമ്മച്ചി നമ്മളോട് ആന്റി എന്തോ പറയും, നമ്മളോട് പറയും. നമുക്കറിയാം, പറയേണ്ട ആവശ്യമില്ല. ഞാനും ഒന്ന് പേടിച്ചു. അജയങ്കളെ ഞാനും ഒന്ന് പേടിച്ചു. എന്തുവാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്ന. ഞാൻ പറഞ്ഞു, ഇത് സമ്മതിക്കത്തില്ല. ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു. യേശുവിന്റെ അടിപ്പെടാൻ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാനൊരു 2 മണിക്കൂറോളം അത് ഡിക്ലെയർ ചെയ്തുകൊണ്ടിരുന്നു.
കാരണം നമ്മൾ ഇത് വരുമ്പോൾ പേടിക്കുമല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്തുകൊണ്ടിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ അത് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിപ്പോയി ട്രെയിനൊക്കെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ആ, അപ്പോഴാണ് ഓർക്കുന്നത് അവിടെ ഒരു വിഷയമുണ്ടല്ലോ. ഞാൻ തൊട്ട് നോക്കിയപ്പം അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ല. ഓ, മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് സംസാരിക്കും. ഞാൻ ഇന്നലെ ഈ പ്രൊഫറ്റ് എന്ന് പറഞ്ഞൊരു വിഷയത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കുമ്പോൾ, ഈ പ്രൊഫറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ ആ, ഹെബ്രായ ഭാഷയിൽ നബി അല്ലെങ്കിൽ നവി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അനൗൺസർ എന്നാണ്. അനൗൺസർ, മനസ്സിലാവുന്ന അനൗൺസ് ചെയ്യുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം, ദൈവം എന്ത് പറയുന്നു അത് നമ്മൾ അനൗൺസ് ചെയ്യുക. മനസ്സിലായെന്നറിയോ? ദൈവത്തിന്റെ നാമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പ്രവാചകൻ എന്ന് നമുക്കറിയാം. ഈ ഈ ഈ പ്രവാചകന്റെ ദൗത്യം എന്ന് പറയുന്നത് ദൈവം എന്ത് പറയുന്നു അത് അനൗൺസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അമേൻ. അടിപ്പിടാനുള്ള സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ദൈവം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളങ്ങ് അനൗൺസ് ചെയ്താൽ മതി. ഓ, ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദാരിദ്ര്യത്താലുള്ള സമ്പന്നത വന്നിട്ടുണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങ് അനൗൺസ് ചെയ്താൽ മതി. ഇന്ന് രാത്രികാലം എത്ര പേര് അനൗൺസർ ആയിട്ടിരിക്കുന്നു? നിങ്ങളുടെ കുടുംബത്തെ നോക്കി ഒരു പ്രവചന ശബ്ദമായി ഒന്ന് പറഞ്ഞ് എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഓ, ഇന്ന് ഇന്ന് ഈ മീറ്റിംഗോടെ ഞങ്ങളുടെ ഗതി മാറിയിരിക്കും. ഓ, റാമാനാസ് മറ്റോലിയാന്തുര യേശുവിന്റെ നാമ വചനമൊക്കെ ഒന്ന് സംസാരിച്ച് ഇന്ന് കേട്ട വചനം ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭവനത്തിൽ എന്തുണ്ടാകും? ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ഉണ്ടാകും. ഹല്ലേലൂയ. കാരണം യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഗോഡ് ഹാസ് ഡൺ ഗ്രേറ്റ് തിങ്സ്. ഇന്ന് രാത്രികാലം നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ റിപ്പന്റ് ചെയ്ത സമയത്ത്, നിങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് കൊടുത്ത സമയത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. സൂപ്പർ നാച്ചുറൽ തിങ്സിനെ ദൈവം ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രികാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഷാഖാലബാര ഹംദരാജകൽ പ്രമാണകസിയ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് വൻ കാര്യങ്ങൾ ഇനി വെളിപ്പെടാൻ പോവുകയായി. ആമേൻ. ഇനി വരുന്ന കാര്യങ്ങൾ ചെറുതല്ല, വൻ കാര്യങ്ങൾ. ഓ, റീമാന ഹംദരാജകൽ പ്രമാണകസിയ. യോസഫേ, നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന പദ്ധതി വലുതാ, ചെറുതല്ല. ഹല്ലേലൂയ. ഇത് രാത്രികാലം ആരോടൊക്കെയോ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി വലുതാണ്. ഹല്ലേലൂയ. ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിനോട് പറയുന്നു, വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇതുവരെയും കാണാത്ത ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുക. ഇതുവരെയും കേൾക്കാത്ത വഴികൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തുറന്നിരിക്കുക. ഇതുവരെയും ദൈവം മറച്ചു വെച്ചിരിക്കുന്നത് ചിലത് നിങ്ങളുടെ ലൈഫിൽ ഓപ്പൺ ആകാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. ശാഖാലബര ഹംദരാജകൽ പ്രവാനകസ്യ അർഖനാധിക പ്രവേണി അന്തുര. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. ജസ്നി റോബിൻ, ഹല്ലേലൂയ. സിസ്റ്റർ കർത്താവിനോട് പറയുന്നു, ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം ആമേൻ നിങ്ങൾക്ക് അനുകൂലമായി ചലിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രികാലം ചില വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ ആമേൻ ഹല്ലേലൂയ അടയപ്പെട്ട് നിൽക്കുന്ന വാതിലുകൾ ദൈവം തുറക്കുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ബ്രാന്തോലിയാസിയ അർഖനാധിക പ്രഭ യേശുവിന്റെ നാമത്തിൽ. റാമാന ഹന്തര. നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില വിഷയങ്ങൾക്ക് ദൈവം ഈ സീസണിൽ മറുപടി തരാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. എണ്ണി എണ്ണി മറുപടി കിട്ടുന്ന കർത്താവിന്റെ ദാസൻ പാട്ടുപാടിയതുപോലെ എണ്ണി എണ്ണി ആമേൻ എണ്ണി എണ്ണി ദൈവം മറുപടി തരാൻ പോകും. ഹല്ലേലൂയ. ശഖറമന ഹംദരാജകൽ പ്രഭ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നോക്കി ആമേൻ. കർത്താവ് പറയുകയാണ്, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ ആമേൻ ഭയപ്പെടേണ്ട. മരുഭൂമിയിലെ പുൽപ്പറങ്ങളെ പച്ച വെക്കുന്നു. വൃക്ഷം ഫലം കായ്ക്കുന്നു. ആമേൻ. അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുപപുഷ്ടി നൽകുന്നു. സിയോൻ മക്കളെ ഘോഷിച്ച് ഉല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. ഹല്ലേലൂയ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴയെ തരും. അവൻ മുമ്പ് പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും വർഷം പെയ്ച്ചു തരുന്നു. ഹല്ലേലൂയ. നോക്കിയേ, കർത്താവ് ഇവിടെ പറയുന്ന ഒരു കാര്യം നമ്മൾ നോക്കിയേ. ഈ ജനം ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് സറണ്ടർ ചെയ്ത് ദൈവസന്നിധിയിൽ അവരുടെ കുറവുകളൊക്കെ ഏറ്റുപറഞ്ഞ് അവരെ തന്നെ ശുദ്ധീകരിച്ചപ്പോൾ അവരുടെ ചുറ്റുപാടുമുള്ള
പ്രകൃതിയിൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. വൃക്ഷങ്ങളിൽ മാറ്റമുണ്ടായി, പ്രകൃതിയിൽ വലിയ മാറ്റം ഉണ്ടായി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തവരാണ്. ഞാൻ പറയാം, നിങ്ങളുടെ കുടുംബത്തിൽ അതിന്റെ റിസൾട്ട് ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുന്നത് ഇത് ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. ഈ റിപ്പന്റ് പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്ത ചില മറുപടികൾ നീ റിപ്പന്റ് ചെയ്യുമ്പോൾ നിന്റെ വാതിക്കൽ വരും. Praise God. ഞാൻ എൻ്റെ വേണ്ടപ്പെട്ട ഒരു ബ്രദർ, ഇപ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സഹോദരനാണ്. ആ മകന് ഇവിടെ, ഞാനിപ്പോൾ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂര് ഭവനത്തിൽ നിന്നൊക്കെ കുറച്ച് പ്രശ്നമായി താൻ ഒറ്റപ്പെട്ട് ഇവിടെ വന്ന് നിൽക്കുക. ഒരു രീതിയിലും തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ. ജീവിതം തകർന്നു. അവസാനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ബൈക്ക് ടാക്സി? കേട്ടിട്ടുണ്ടോ ബൈക്ക് ടാക്സി? അവിടെ അറിയത്തില്ലായിരിക്കാം. ഇവിടെയുണ്ട് ഈ ബൈക്ക് ടാക്സി. ഈ നമ്മൾ ഈ കാറിൽ ടാക്സി കൊണ്ടുപോകുന്ന പോലെ, ഓട്ടോയെ കൊണ്ടുപോകുന്ന പോലെ ഇവിടെ ഓൺലൈനിൽ ബൈക്കിൽ, നമുക്ക് ബൈക്ക് ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ബൈക്കിൽ കൊണ്ടുവിടാം. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ. നല്ലൊരു കുടുംബത്തിൽ ജനിച്ച ഒരു മകനാണ്. അവന് എല്ലാം തകർന്നു. ഒരു എഞ്ചിനീയർ ആയിട്ട് അവൻ പഠിച്ച് എഞ്ചിനീയറിങ് കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവനാണ്. പക്ഷെ എല്ലാം തകർന്ന് ഒതുക്കപ്പെട്ടവനായിട്ട് വന്നു. ആ സമയത്ത് ആ മകനുമായിട്ട് കാണാൻ ദൈവം ഇടവരുത്തി. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. എന്നെ ദൈവം ഒരു വിഷൻ കാണിച്ചിട്ട് പറഞ്ഞു, അവൻ ഇവരോട് പറ, ദൈവസന്നിധിയിൽ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ. ഞാൻ പറഞ്ഞു, നീ ഒരു വെള്ള പേപ്പർ എടുക്കണം. വെള്ള പേപ്പർ എടുത്തിട്ട് അവൻ നിന്റെ കുറവുകളെല്ലാം ദൈവസന്നിധിയിൽ എഴുതി ഏറ്റുപറഞ്ഞ് നീ ഉപേക്ഷിക്കാൻ പറഞ്ഞു. നോക്കി, എല്ലാം തകർന്നവനാണ്. അവൻ പറഞ്ഞു ഉപേക്ഷിച്ച് അവൻ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചു. വിത്തിൻ 2 weeks അവന് നല്ലൊരു ജോലി കിട്ടി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? തകർന്നു കിടന്നവൻ, അവന്റെ ജോലി കിട്ടി. അവന് ചില പ്രോബ്ലംസ് ഉണ്ട്, അതെല്ലാം മാറി. അവന് വിവാഹം കഴിഞ്ഞു. അവൻ നോക്കിയേ, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നു. എന്തിനാ വന്നതെന്നറിയാം? പുതിയ വാഹനം എടുത്തു, അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവം അവസ്ഥ മാറ്റും. ഒന്ന് പറഞ്ഞ, ദൈവം അവസ്ഥ മാറ്റും. കർത്താവ് അവസ്ഥ മാറ്റും. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം, കർത്താവ് നിങ്ങളുടെ അവസ്ഥകൾ മാറ്റും. അത് എത്ര വലുതാണെങ്കിൽ. ഹല്ലേലൂയ. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പ്രൈസ് ഗോഡ്. അവൻ പൂർണ്ണമായി ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ മുൻമഴയും പിന്മഴയും നിങ്ങൾക്ക് ആമേൻ മുൻമഴയും പിന്മഴയും വർഷം പെയ്ച്ചു തരും. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. ഒന്ന് പറഞ്ഞേ, ധാന്യം കൊണ്ട് നിറയും. ആമേൻ. ചക്കുകൾ വീഞ്ഞ് എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഹല്ലേലൂയ. ഇത് ആരുടെ സൈന്യമെന്ന കർത്താവ് പറയുന്നത്? എന്റെ സൈന്യം, കർത്താവിന്റെ സൈന്യം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറയുക, അതിന് പകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് സംവത്സരങ്ങളെ തരും. എന്റെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി, എന്റെ മാസങ്ങൾ നഷ്ടപ്പെട്ടു പോയി, എന്റെ ദിവസങ്ങൾ നഷ്ടപ്പെട്ടു പോയി, എന്റെ യൗവനം പോയി എന്ന് ആരെങ്കിലും പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ആമേൻ, കർത്താവ് ചിലത് മടക്കി തരാൻ പോവുക. രാത്രികാലം ആത്മാവിൽ എത്ര പേര് വിശ്വസിക്കുന്നു? ഞാനും അത് ഏറ്റെടുക്കുക. കർത്താവ് അത് മടക്കി തരും. നഷ്ടപ്പെട്ടു പോയി, എന്റെ പ്രായം ഇത്രയായി, എന്റെ വർഷങ്ങൾ കടന്നുപോയി, എന്റെ നല്ല കാലം പോയെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവം അതിനെ റിസ്റ്റോർ ചെയ്ത് തരും. ദൈവം അതിനെ റിസ്റ്റോർ ചെയ്ത് തരും. യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ വേണ്ടതുപോലെ തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയുമില്ല. എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇനി ലജ്ജിച്ചു പോകത്തില്ല.
ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറയുമ്പോൾ ലജ്ജിക്കപ്പെട്ടവനെ അതിന്റെ വേദന അറിയത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? വീട്ടിൽ അടച്ചുകൂട്ടിയിരിക്കുന്നവൻ അറിയത്തില്ല. നിന്ദിക്കപ്പെട്ടവനെ അതിന്റെ വേദന അറിയത്തുള്ളൂ. പരിഹസിക്കപ്പെട്ടവനെ അതിന്റെ വേദന അറിയത്തുള്ളൂ. ആമേൻ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ശക്കാരാണ്, നീ ലജ്ജിച്ചു പോവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ തലമുറയുടെ വിഷയത്തിൽ നീ തലകുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ ജോലി വിഷയത്തിൽ നീ തലകുനിക്കാൻ അനുവദിക്കത്തില്ല. നിന്റെ ശുശ്രൂഷയുടെ വിഷയത്തിൽ നീ തലകുനിക്കാൻ സ്വർഗം അനുവദിക്കത്തില്ല. രാത്രികാലം നീ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ എന്ന് കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്ത് ആ ഭവനത്തിലിരുന്നു. ഞാൻ ലജ്ജിച്ചു പോകാൻ എന്റെ സ്വർഗം സമ്മതിക്കത്തില്ല. എന്റെ ലജ്ജകളെല്ലാം ഇന്ന് ഉരുട്ടി മാറ്റപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ചില ഭവനങ്ങളിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ചില കുടുംബത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ലജ്ജയ. അവരോട് എന്തു പറയും അല്ലേ? അല്ലല്ലോ, അവര് ചോദിക്കുന്നതിന് നമ്മുടെ മറുപടി ഇല്ല. അല്ലല്ലോ, ചിലരൊക്കെ ഫോൺ വിളിച്ച് സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നതിന് നമുക്ക് മറുപടി ഇല്ല അവരോട് പറയാൻ. വേണമെന്ന് പറഞ്ഞ് നമ്മളെ വേദനിപ്പിച്ച് ചോദിക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്. എന്നോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, മീര ഉല്ലാസ് സിസ്റ്ററെ, ലജ്ജയെ ദൈവം ഉരുട്ടി മാറ്റും. ഹല്ലേലൂയ. നിന്ദയെ ദൈവം ഉരുട്ടി മാറ്റും. എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു ഇരുമ്പ് ആമേൻ ഉരുകുന്നത് പോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ ലജ്ജയുടെ അനുഭവങ്ങൾ ഉരുകി മാറുന്നത് പരിശുദ്ധാത്മാവ് കാണിക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ. വലിയ ആത്മസാന്നിധ്യം പകരുകയാണ്. ഷാഖാലാബാറാകാസിക. അതെ, ഹാലലി. ഇതിന്റെ അകത്ത് ആരെങ്കിലും തലമുറകളില്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ ലജ്ജ മാറുകയാണ്. പക്ഷെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്ക്, എന്നെ കർത്താവ് കാണിക്കുന്ന അങ്ങനെ ഇല്ല. മീര ഉല്ലാസ് തലമുറ ഓക്കെ, നിങ്ങളോട് തന്നെയാ ദൈവത്തിന്റെ ദൂതം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ ലജ്ജ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. സിസ്റ്റർ, ഇന്ന് നിങ്ങളുടെ ഞാൻ സിസ്റ്റർ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിച്ചത് ഈ ഹന്ന പ്രാർത്ഥിച്ചു. ഈ പുരോഹിതൻ വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഈ കിടന്ന് നിലവിളിക്കുന്നത്? അപ്പൊ അവള് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവസന്നിധിയിൽ എന്റെ ഹൃദയത്തെ പകരുകയാണ്. നിങ്ങൾ ഈ ഹൃദയത്തെ പകർന്നോ, അടുത്ത വർഷം ഇതേ സമയമാവുമ്പോ ഹല്ലേലൂയ, കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, പക്ഷെ വിശ്വാസത്താൽ ഇന്ന് ഈ ദൂതേറ്റെടുത്തോ, സ്വർഗത്തിന്റെ വിടുതൽ ഇറങ്ങും. റിപ്പോർട്ടുകൾ പ്രതികൂലമാണെങ്കിലും ദൈവം അനുകൂലമാക്കി ചിലത് മാറ്റും. ദൈവം അത്ഭുതമാക്കും യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു സിസ്റ്റർ. നിങ്ങളുടെ കുടുംബത്തിന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡിനെ ദൈവം തൊടുന്നു. നിങ്ങളുടെ മേൽ വലിയ സൗഖ്യം ഇറങ്ങുന്നല്ലോ സിസ്റ്റർ. പ്രാർത്ഥിച്ച് നിങ്ങളുടെ മേൽ വലിയ സൗഖ്യം ഇറങ്ങുന്നല്ലോ. ബ്ലഡിൽ ദൈവത്തിന്റെ സ്പർശനം ഉണ്ടാകുന്നു യേശുവിന്റെ നാമത്തിൽ. മീര ഉല്ലാസ് സിസ്റ്ററെ, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ സൗഖ്യം ഭയങ്കരമായി ഇറങ്ങുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് വെറുതെ ഇരിക്കരുത്. ഇയ്യോബ് തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. നിങ്ങൾ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ചില അടഞ്ഞ വാതിലുകൾ ദൈവം തുറക്കും. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇൻ ഗ്രേസ് ഫെലോഷിപ്പിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് കർത്താവെ ചിലത് ഓപ്പൺ ആകട്ടെ, ഓപ്പൺ ആകട്ടെ, ഓപ്പൺ ആകട്ടെ, ഓപ്പൺ ആകട്ടെ. ചില റിപ്പോർട്ടുകൾ അനുകൂലമാകും സിസ്റ്റർ. ചില അബ്നോർമാലിറ്റികൾ മാറും, ചില പോളിപ്പുകൾ മാറും. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരമിറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ റൂബഖൽബനാസിയ. ഇവാൻ, അമേൻ. ബ്രദർ ഇപ്പോഴാണോ ഈ വീഡിയോ ഓൺ ആക്കിയേ?
റൈറ്റ് ടൈമിലാണ് ഓണാക്കിയത്. ദൈവം നിങ്ങളെ തൊടുന്നു. Praise God. Hallelujah. നിങ്ങളുടെ ഭാവി തുറക്കുകയാണ് ഇന്ന്. ശഖാലഭാര. നിങ്ങളുടെ ഫ്യൂച്ചർ ഓപ്പൺ ആവുകയാണ്. Praise God. Hallelujah. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിങ്ങൾ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കാനുള്ള വ്യക്തിയല്ല, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സാധ്യതകൾ തുറക്കുകയാണ്. എന്നെ കർത്താവ് കാണിക്കുന്നു, വൈഡായിട്ട് ചിലത് നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആവുകയാണ്. ഇന്നൊരു ലോക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു, അൺലോക്ക് ചെയ്ത് വിടുകയാണ്. വലിയൊരു സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്നോട് കർത്താവ് പറയുന്നു, ഇന്ന് നിങ്ങളെ സ്വാതന്ത്ര്യത്തോടെ ദൈവം വിടുകയാണ്. പക്ഷെ കർത്താവിന് വേണ്ടി നിന്നോണം. കർത്താവിന് വേണ്ടി നിന്നോണം. ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നോ ബ്രദറെ. ഇന്നു മുതൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവും. വിത്തിൻ 1 വീക്ക് ചിലത് മൂവ് ആകും. ഹാലൂയ. ശഖലബറകസിയ ലീമറഹന്തരാജക. എന്നെ കർത്താവ് കാണിക്കുക, ചില പേപ്പർ വർക്കുകളുടെ മേൽ ദൈവത്തിന്റെ വലിയ സാധ്യതകൾ വിളിക്കും. ഹാലൂയ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചില ഫയലുകൾ മൂവ് ആകുന്ന കർത്താവ് എന്നെ കാണിക്കും. ശഖലബറകസിയ. അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പർട്ടിക്കുലർ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ആമേൻ. ഹാലൂയ. എന്നെ കർത്താവ് കാണിക്കുന്ന ഫയലുകൾ നിങ്ങൾക്ക് വേണ്ടി മൂവ് ആകുന്നു. ഉണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഫയല് മൂവ് ആകുക. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ഇത് പറയുമ്പോൾ നിങ്ങളുടെ മേൽ ഒരു ഭയങ്കര ഹീലിംഗും സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. എന്നെ കർത്താവാണ്, ഈ സ്റ്റൊമക്കിൽ വലിയ സൗഖ്യം ഇറങ്ങുന്നത് ഞാൻ കാണും. യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സ്റ്റൊമക്കിൽ ഭയങ്കര സൗഖ്യം ഇറങ്ങുന്നുണ്ട് നിങ്ങളുടെ. എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ സൗഖ്യം നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോന്നും എനിക്കറിയത്തില്ല. പക്ഷെ സൗഖ്യം ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ ചിലത് പൊട്ടിപ്പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, മകന്റെ മേൽ വലിയ സാധ്യത വെളിപ്പെടട്ടെ. വഴികൾ തുറന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 ഗോഡ് ബ്ലെസ് യു ബ്രദർ. രാത്രികാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സന്തോഷമുണ്ടോ? ആമേൻ. നിങ്ങളുടെ അടുത്തെല്ലാം യേശു വന്ന് നിൽപ്പുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ആടെ കഴിവോ ഒന്നുമല്ല. ഇറങ്ങി നിൽക്കുന്ന ദൈവസാന്നിധ്യമാണ് നമ്മളെ വിടുവിക്കുന്നത്. നിങ്ങളോട് ഒരു ദൂത് പറഞ്ഞില്ലെങ്കിലും വിടുതൽ തരേണ്ടവർ നിങ്ങൾക്ക് വിടുതൽ തന്നിരിക്കും. പ്രസൻസ് എവിടെ ഇറങ്ങുന്നു അവിടെ ആമേൻ വിടുതൽ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമം. ഞങ്ങളോട് ദൂത് പറഞ്ഞില്ല, ഞങ്ങൾക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിച്ചില്ല, നോ, അത് വരെ ചെയ്യരുത്. ഹല്ലേലൂയ. അതൊക്കെ എന്താ പറയാ, നമ്മുടെ എന്താ പറയാ, നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില ചിന്തകളാണ്. അതൊക്കെ ഇന്ന് ഉടയ്ക്കണം. സാന്നിധ്യം ഉണ്ടോ, നിങ്ങൾ അവിടെ റിസ്റ്റോർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. രാത്രികാലം വിശ്വസിക്കുന്നുണ്ടോ? സന്തോഷമുണ്ടോ? ആമേൻ. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ആ ഭാഗം തന്നെ എടുത്താണ്ട് യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നിന്ന് ഈ മീറ്റിങ്ങിനെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നൊരു ഭാഗമാണ്. എനിക്കൊന്ന് മീനാൻറ്റി എന്നെ വിളിക്കുന്നതിന് മുമ്പേ ഈ ഒരു ഭാഗം ദൈവം എനിക്ക് ഓപ്പൺ ചെയ്തു. പക്ഷെ ഇത് എവിടെ പ്രസംഗിക്കാനാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഇസ്രയേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. ഞാൻ എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. അതിനുശേഷമോ അവിടെയാണ് ഇന്ന് ചില ചിലതും മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. നോക്കിയേ, ഈ റിപ്പന്റ് ചെയ്തവരോടുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ അടുത്ത ദൂത് ഇതാണ്: ഞാൻ സകല ജഡത്തിന് മേലെ എന്റെ ആത്മാവിനെ പകരും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വാക്യം പറയുന്നു, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഓ, എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ.
രാത്രികാലം എന്ന് പറഞ്ഞ് എൻ്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശകാലമാരകസിയ. ആമേൻ. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ആമേൻ. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. ഞാൻ ആകാശത്തും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒന്ന് വിശ്വസിച്ചേ, എൻ്റെ പുത്രന്മാർ പ്രവചിക്കാൻ പോവുക, എൻ്റെ പുത്രിമാർ ആമേൻ ഹല്ലേലൂയ പ്രവചിക്കാൻ പോവുക, വൃദ്ധന്മാർ ആമേൻ ഹല്ലേലൂയ നോക്കി ആമേൻ സ്വപ്നങ്ങളെ കാണാൻ പോവുകയാണ്, യൗവനക്കാർ ദർശനങ്ങളെ കാണാൻ പോവുകയാണ്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ വലിയൊരു ആത്മപകർച്ച ഈ മീറ്റിംഗിൽ യേശുവിന്റെ നാമത്തിൽ അതുണ്ടാകട്ടെ. ഷാബാറ ഹത്തുര ജഗൽ പ്രവാചകസ്യ. ബിജോയ് ജമ്മു കാശ്മീർ ആമേൻ ആ ഡിവൈസിലിരിക്കുന്ന കർത്തൃദാസനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ മേൽ വലിയൊരു ആത്മപകർച്ച ഇറങ്ങുന്നു. ഹാലലൂയ. ലാമ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടാണോ നിൽക്കുന്നേ? ഹാലലൂയ. ഷാഖാലാമ ആണോ? ആമേൻ ഹാലലൂയ. ദൈവത്തിന്റെ ആത്മാവ് വലിയൊരു ഇവിടെ ജമ്മുവിലെ ആമേൻ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഭയങ്കര ആത്മപകർച്ച അഭിഷക്തന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുടുംബത്തിന്റെ മേൽ ദൈവശക്തി, ചില രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ ഹല്ലേലൂയ. ശകാലമാര ഹംദരാജകൽ പ്രഭ റീസ്മത്തേരിയാതുര. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹാലലൂയ. ഈ സമയങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ശഖറബറഗതുര. വലിയൊരു ആത്മപകർച്ച നിങ്ങളുടെ മേൽ പകരുന്നു സ്വർഗം. ആമേൻ ഹാലലൂയ. എത്ര തലമുറകളുണ്ട്? തലമുറകൾ ഉണ്ടോ? രണ്ട് തലമുറകൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശഖറബലകറിയ. കാണുന്നില്ല അതേ മനുഷ്യൻ. എന്നെ കർത്താവ് രണ്ട് തലമുറകളുടെ മേൽ വലിയ ആത്മപകർച്ച ഇറങ്ങുന്നത് കർത്താവ് കാണിക്കുന്ന. തലമുറകളുടെ വലിയ കുഞ്ഞുങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് അടുത്ത് വിളിച്ചിരുത്തിക്കേ. ഷാഖാറാബാലക. കർത്താവെ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ആ ജമ്മുവിൽ നിൽക്കുമ്പോൾ കർത്താവെ എല്ലാവരും പ്രാർത്ഥിച്ചേ. കമോൺ. ആ ഒരു വലിയ അതിർത്തിയിൽ നിന്നുകൊണ്ട് ആ ഒരു ഭാഗത്താണ് അവര് ശുശ്രൂഷിക്കാൻ പോയിരിക്കുന്നത്. നമ്മളാണ് പ്രാർത്ഥനയുടെ ഒരു വലിയ പിന്തുണ ആ ദൈവാസനും കുടുംബത്തിനും കൊടുക്കട്ടെ. കർത്താവെ, ആ കുഞ്ഞുങ്ങളുടെ മേൽ വലിയ ദൈവ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വലിയ ഉണർവിന് അവർ കാരണമായി തീരട്ടെ. അവർ ദർശനങ്ങളെ കണ്ടു തുടങ്ങട്ടെ. അവരുടെ മേൽ കർത്താവെ പ്രവചനത്തിന്റെ ആ കർത്താവെ ശബ്ദം അവരിൽ കൂടെ പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങളെ അലട്ടുന്ന എല്ലാ അലർജികളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുകയാണ് കർത്താവെ യേശുവിന്റെ നാമത്തിൽ. കർത്തദാസനെ ദൈവത്തിന്റെ ആത്മാവ് പറയും, നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ സംബന്ധമായി ചില പ്രൊവിഷനുകൾ തുറക്കും, ചില സപ്പോർട്ടുകൾ ഓപ്പൺ ആക്കും. റാമാന, നിങ്ങൾ അതിനുവേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവം അത്ഭുതമാക്കി മാറ്റും. ഷാഖാറാബാലകാസിയ യേശുവിന്റെ നാമത്തിൽ. റൈറ്റാക്കാൽബാലകാസി. ഇന്ന് ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാകുകയാണ്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അഭിഷക്തന്റെ റെവലേഷനുകളെ മാറ്റുകയാണ്. വചന വെളിപ്പാടുകൾ അടുത്ത ലെവലിലേക്ക് ദൈവം തുറന്നു തരികയാണ്. ദൈവം ചിലതിനെ കുറിച്ച് ചില ബോധ്യങ്ങൾ തരികയാണ്. റാമാന ഹംദരാജകൽ പ്രവാചകസ്യ. ചിലതിനെ യുദ്ധം ചെയ്ത് ജയിക്കുവാൻ ദൈവം കൃപ തരികയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവെ,
ആ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്ന അവരുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ഇന്ന് മുതൽ. അഭിഷക്തരെയും കുടുംബത്തെയും ബ്ലസ് ചെയ്യുന്ന കർത്താവെ, വലിയ വർധനവിനെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആ കുഞ്ഞുങ്ങളുടെ മേൽ വലിയ ആത്മപകർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. രാത്രികാലം ഹാലലി എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഷാഖാലാബാറാകാസിയ എന്ന് പറഞ്ഞ ഞങ്ങളുടെ അവസ്ഥകൾക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. കർത്താവെ, അജിത്ത് എന്ന ഡിവൈസിലിരിക്കുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനി 9:30 വരെയാണോ സമയം? ഇല്ല, 9 hours. ടൈം മാറ്റി. ഇപ്പോ 7:30 മുതലാ. 7:30 മുതൽ ടൈം 8:30 വരെ. 7:30 മുതൽ 9 വരെ സമയം. അതിന് പാസ്റ്റ് കുഴപ്പമില്ല. ആത്മനെ നെയ്യം ഉണ്ടെങ്കിൽ ചെയ്യാം, അതിന് കുഴപ്പമില്ല. ഓക്കെ. ഹല്ലേലൂയ. ഞാൻ ഓർത്ത് 9:30 വരെയാണ്. ഓക്കെ. ഹല്ലേലൂയ. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. അജിത്ത് എന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരമിറങ്ങണം, ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റണം. കർത്താവെ, വലിയൊരു ബ്രേക്ക് ത്രൂ കർത്താവെ മകന്റെ ലൈഫിലോട്ട് ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ബ്രദറെ, കർത്താവിനോട് പറയുന്നു, നിങ്ങൾ വളരും. യോസഫ് മതിലിന്മേൽ പടർന്നതുപോലെ ആമേൻ, സ്വർഗം നിങ്ങളെ വളർത്തും. ഷഖാറാബാറാകാസിയ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് വലിയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു ഞാൻ കാണുന്നു. ഷക്കാല ചിലതൊക്കെ വെട്ടി കളഞ്ഞു പിശാച്, ജനങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞൊരു അനുഭവത്തിൽ നിൽക്കുക. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നത് അതിൻ്റെ അകത്ത് നിന്ന് ചില പൊട്ടിക്കിളിർപ്പുകളുണ്ടാകും. ഹല്ലേലൂയ. റാബ ഷഖാലാബാറാകാസിയ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ മകനെ ബ്ലെസ് ചെയ്യുന്നു. ചിലത് പുറത്തു വരട്ടെ. ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളാണോ? കുഞ്ഞുങ്ങളുടെ ഫോട്ടോയാണോ ആ കാണുന്നത്? 3 പേര്. കർത്താവെ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങട്ടെ. ഡിവൈൻ പ്രൊട്ടക്ഷനെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഞങ്ങളുടെ ആമേൻ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ പ്രവാചകന്മാരെ പ്രൊഫറ്റിക്കലി മൂവ് ചെയ്യട്ടെ. വൃദ്ധന്മാർ ആമേൻ ഹല്ലേലൂയ സ്വപ്നങ്ങളെ കാണട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ യൗവനക്കാർ ദർശനങ്ങളെ കാണട്ടെ. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക്, വലിയൊരു ആത്മപകർച്ചയിലേക്ക് കർത്താവെ, ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ മേൽ വലിയ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ തടസ്സങ്ങളും ഒടിയട്ടെ, മൂവായി തുടങ്ങട്ടെ. കർത്താവ് ഇവരടുത്ത തലത്തിലേക്ക് മൂവ് ചെയ്ത് തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സകലരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, വിനയന്റെയും അങ്കിളിനെയും ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിന്റെ കൃപ കൂടെ ഉണ്ടായിരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് കേട്ട വചനം പോലെ ഇന്നു മുതൽ ആമേൻ വലിയ ഉല്ലാസത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. ഐ ബ്ലെസ് യു ഓൾ ഇൻ ജീസസ് നെയിം. കർത്താവ് വർദ്ധിപ്പിക്കട്ടെ. എനിക്ക് ഇൻവൈറ്റ് ചെയ്ത ഇൻ ഗ്രേസ് ഫെലോഷിപ്പിനുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.